അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് വലിയ മീൻ. ഉറക്കമില്ലല്ലോ അല്ലേ? ഉറങ്ങി. മീന് വാങ്ങിക്കാൻ പോകുന്നു. ഇത്ര മോർണിംഗ് പോയാലേ കിട്ടത്തുള്ളൂ. ഇതിനെ കുറിച്ച് വിവരമുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങളുടെ പപ്പ ഇവിടെ സിനിമയ്ക്കാ പോകുന്നു. ഇപ്പൊ തന്നെ വന്നിറങ്ങിയ വണ്ടിയാണിത്. ഫ്രഷ് മീനാണ്. ഫ്രഷ് മീന് രാവിലെ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ വെളുപ്പിന് ഒരു 6 മണി ടു 7 മണി വരേക്ക് ഇവിടെ ലേലം വിളിച്ച് മീൻ കൊടുക്കുക. അങ്ങനെയാണ് ചന്തകളിൽ പോകുന്നതും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്തത്. അപ്പൊ ഈ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ചേട്ടൻ നമ്മളെ വിളിച്ച് ഞാൻ ഒരു സബ്സ്ക്രൈബറാണ്, ഇങ്ങോട്ട് വരി നമ്മളുടെ അവിടെ നിന്ന് എടുക്കാം. ഞാൻ ആക്ച്വലി മീന് നോക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. മനസ്സിലായോ? കൊഴിയാള അയിലേ വന്നു. അതിലെ കൊഴിയാള നമ്മൾ ലേലം വിളിച്ചാണ് ഇപ്പൊ ഫസ്റ്റ് മീൻ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ലേലം വിളിച്ചെടുത്തു സാധനം. അങ്ങനെ കൊഞ്ചൂടെ വാങ്ങിച്ചു. ചെറിയ കൊഞ്ചില്ല, വലിയ കൊഞ്ചാണ്. വലിയ കൊഞ്ചെന്ന് പറയുമ്പോ ഇവർക്ക് മനസ്സിലാവും. ടൈഗർ, ചെമ്മീൻ. ഞങ്ങളിന്ന് ടൈഗർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. മീൻ അറിയാമോ? എന്തോ നോക്ക്, എന്താ സാധനം എപ്പോഴും കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാ മീനും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയാണ് ഷെഫ് രമണന്റെ കുക്കിംഗ് ഒക്കെ കഴിക്കാൻ പോകുന്നത്. എന്തെന്ന് അറിയത്തില്ല, എന്തോ വലിയ കാര്യത്തിൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. ഉള്ള മീനെല്ലാം വാങ്ങിച്ച് എല്ലാം ഫ്ലോപ്പ് ആക്കിയോണ്ടല്ലേ ചേച്ചേ. മീനെല്ലാം എടുത്തു കഴിഞ്ഞു. നല്ല വെയിറ്റ് ഉണ്ടോ? ഇതൊരു 8 കിലോ ഉണ്ടാവും. ഇന്നൊരു പൊടി എല്ലാരും വാങ്ങ. മീന് ഞാൻ കട്ട് ചെയ്യാൻ പോണു. ഞാൻ ഇന്നലെ പറഞ്ഞോണ്ടിരുന്നതാണ്. ഇത്രേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ഇപ്പൊ കട്ട് ചെയ്ത മീനിന്റെ പേരെന്തോ? അമ്മ ഒറ്റ. ഗൈസ് 2 കൊഞ്ചിന് 2 കളർ. ഫുഡ് ഫ്ലോപ്പായ എല്ലാം കാരണം ഡാനിച്ചാനാണ്. ഇല്ലേ, വേറെ ആർക്കും പങ്കില്ല. പോയി 2 മേടിച്ചിട്ടാ. ഇന്നത്തെ വീഡിയോ നണ്ട് അൺബോക്സിങ്. ഞണ്ട് കെട്ടി വെച്ചേക്കുന്നു. ഇതിന് ജീവനുണ്ടോ എന്തോ. നമ്മളിപ്പോ തലയാണ് വെട്ടാൻ പോണത്. അത് നോക്കി. ഇതെല്ലാത്തിന്റെ ഫ്രൈയുടെ മസാല ആണ് കേട്ടോ. മുളക് പൊടി നിറയെ എടുത്തതുകൊണ്ട് മഞ്ഞ 25% ഇട്ടാൽ മാത്രം മതി. ഇത് പെരിഞ്ചീരകം, പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, നാരങ്ങ. ഇത് നാരങ്ങ മസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണ. ടെൻ മിനിറ്റ്സ് ഫ്രിഡ്ജിനകത്തും വേറൊരു 10 മിനിറ്റ്സ് പുറത്ത് വയ്ക്കണം. കറി വെക്കാൻ വെച്ചിരുന്ന മീനിൽ നിന്ന് ഒരു 4 പീസ് ഇങ്ങോട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന്. അപ്പൊ ഗൈസ്, മീന് വാങ്ങിച്ചറിയാമല്ലോ. അപ്പൊ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. അപ്പൊ നമുക്ക് പോകാം. നമ്മള് മീൻ ഗ്രില്ല് ചെയ്യേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മള് ഗ്രില്ല് ചെയ്യേണ്ട ചാർക്കോളും കിട്ടിയിട്ടുണ്ട്. ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംപ
പെട്ടെന്നാ. കൈ വേദനിച്ച എല്ലാ സപ്പോർട്ടിലുണ്ട്. ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാനാണ് കൊണ്ടുവന്നത്. ചിന്ത പോലും ഇല്ല. കളിക്കാൻ അടുത്ത ചൂറ് നീ പറയുന്നില്ല, എന്നിട്ട് ഞാൻ ഒരു ഇയർ ബാക്കും കൂടെ വാങ്ങിച്ചു. ഈ നിക്കർ ഞാൻ എവിടെയോ നിക്കറൊന്നുമില്ലാത്തതുകൊണ്ട് അബിന്റെ നിക്കറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പ്രൊഫഷണൽ. അങ്ങനെ സ്റ്റൗ എല്ലാം റെഡി, ഗ്രില്ല് ചെയ്യേണ്ട എല്ലാ സാധനവും റെഡി. ഇനി എല്ലാം മുകളിൽ കയറ്റുക, എല്ലാരും കൂടി കുക്ക് ചെയ്യും. ഡാനിച്ചേട്ടനാണ് മീൻ കറി വെക്കാൻ പോണത്. ഡാനിച്ചാന്റെ കറി നല്ലതാണെന്ന് ഡാനിച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. കറി കൊള്ളൂലെങ്കിൽ കൊള്ളൂലാന്ന് മുഖത്ത് നോക്കി പറയും. രാവിലെ തൊട്ട് ഭയങ്കര ത്രില്ലിൽ നിൽക്കുന്നു. ഡാനിച്ചാൻ ഞങ്ങളെ കൊതിപ്പിച്ചിട്ടുണ്ട്. ഡാനിച്ചാൻ അവിടെ വെക്കണ കറിയൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഇന്ന സാധനം ഇട്ട് ഇന്ന സാധനം ഇട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിക്കും. ചോദിച്ചു പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ചോറ് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 8 വർഷമായി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വരുന്ന പെണ്ണ് സേഫ് ആണ്. എല്ലാ ഫുഡ് അച്ചാച്ച ഉണ്ടാക്കി. ഇത് ഏതെണ്ണ? എണ്ണയും ചട്ടി ഒരുമിച്ച് ചൂടാവണം, എന്നാലേ നമുക്ക് കരിവേപ്പില ഇടാൻ പറ്റും. ലൈറ്റായിട്ട് കുറച്ച് ഉലുവായിടും. ഇത് എൻ്റെ മാത്രം ഒരു സംഭവമാണ്. അതിങ്ങനെ സെറ്റ് ആകുമ്പോൾ കുറച്ച് ഉള്ളിയെല്ലാം അരിഞ്ഞ് ഞാൻ ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നല്ല മണം വന്നു തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലെ മീൻകറി, ഞങ്ങളുടെ വീട്ടിലെ മീൻകറി, ഇത് എൻ്റെ മീൻകറി. മീൻകറി എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കറിയാണൊക്കെ ഇരിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ ആരെങ്കിലും തളർത്താൻ വരും, അതിലൊരാളാണ് ഞാൻ. അച്ഛൻ രാത്രി നൈറ്റ് യൂട്യൂബിൽ നോക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇവ ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചിൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബ് നോക്കി. അനന്തന് മൊത്തം ട്രോളല്ല, കുറെ മെസ്സേജ്. ഒരു അച്ഛൻ പറഞ്ഞല്ല ക്രിസ്ത്യൻ മസ്റ്റ് ആണെന്ന്. ഒരു വലിയ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ക്രിസ്ത്യനാണ്, ഓക്കെ അല്ലേ? മെയിൻ ഷെഫ് വന്നിട്ടുണ്ട്. കണ്ണാലിൽ നീ അവിടെ ഉണ്ടാക്കുന്നതിന്റെ ആ മണം വരുന്നുണ്ട്. അങ്കിള് ഒന്നില്ലെങ്കിൽ അങ്കിള് അച്ഛൻ ഒരു റൂമിൽ കുറെ ദിവസം താമസിച്ചിട്ടുണ്ട്. ഇവൻ ആദ്യം വന്ന ഉടനെ ഇവൻ ആദ്യം ട്രെയിനിങ് വേണമല്ലോ. ഒന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ പറഞ്ഞിരുന്ന അങ്കിൾ ഒരു പ്രൊഫഷണൽ കുക്ക് എന്ന് പറയാൻ പറ്റും. അതല്ലടാ, ആദ്യം അറിഞ്ഞൂടാ. ഫുട്ബോൾ പ്ലെയർ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? നീ വാ, ആദ്യം ചാള എടുത്ത് കൈ കൊടുത്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യും. വന്നിരുന്ന അന്നേരം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു. കറി കൊച്ചപ്പം മാത്രമേ വെച്ചതുള്ളൂ. അപ്പൊ വന്നതിന് ശേഷം ചീഫ് കുക്ക് വന്ന്. ഞാനൊക്കെ ബോംബെയിൽ നിന്ന് പഠിച്ചു, പിന്നെ നാട്ടിൽ വന്ന് പഠിച്ചു, പിന്നെ ഗൾഫിൽ പോയി പഠിച്ചു. വെതറിടുക. കൺസിസ്റ്റൻസി വരണമെങ്കിൽ ഇത് ഇട്ടാലേ ശരിയാത്ത. ഉപ്പ്. അടുത്ത് നമ്മള് വാഴയില എടുക്കാൻ പോവാണ് വീഡിയോക്ക് വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തിലെത്തി. നമ്മൾ അനന്തുവിനെ വെട്ടാൻ പോവാണ്. അനന്ത് ഒറ്റ വെട്ടിലൊക്കെ വീഴുന്നു. ഇത് ജിത്തു ആണെന്ന് തോന്നുന്നു, കുറച്ച് സ്ട്രോങ് ഉണ്ട്. ഗൈസ്, അനന്ത് സെറ്റ്. നമുക്ക് പോവാം. റോട്ടിലോട്ട് ആൾക്കാർ എത്ര 3 വാഴ പോണു. ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോയാൽ എന്താ കിട്ടും? ഇതിനകത്ത് പുളിവെള്ളം എടുത്ത് വെച്ചു. ഞാൻ പറയാം, കുറച്ച് വെള്ളം ഒഴിച്ച് വേളവ മീനിന്റെ തലക്കണ്ട. തലക്കറി ചുരിദാർ വല്ലതും പറ്റിയാ പിന്നെ തിരിച്ചു കിട്ടത്തില്ല.
ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വന്നത്. 1 കിലോ തേങ്ങ എടുത്തിട്ട് അതിൽ 1/2 കിലോ പച്ചമുളക് ഇടും. ഇന്നൊരു ചെറിയ വലിയ സമുദ്ര സദ്യയാണ് നമ്മൾ എല്ലാരും കൂടെ കഴിക്കാൻ പോകുന്നത്. ஊத்துங்கோ அந்த குழம்பு அங்க ஊத்துங்கோ രണ്ടിടത്തിലെ ഊത്തുങ്കോ. ഫുൾ ഫാമിലി എല്ലാരും ചേർന്നുണ്ടാക്കിയ ഒരു സദ്യ. കാരണം ഇവരെപ്പോഴും എല്ലാ നൈറ്റും വിഴിഞ്ഞത്ത് അല്ലെ വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിക്കാൻ പോകണം സീ ഫുഡ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോകും. അതുകൊണ്ട് സീ ഫുഡ് ഉണ്ടാക്കി. ഇനി ഞങ്ങൾ പോകുന്നില്ല, ഡെയിലി ഇങ്ങനെ എല്ലാം കിട്ടിയ ഞങ്ങൾ ഡെയിലി ഇതുപോലെ മതിയേ. ഡെയിലി ഫുള്ള് ഇങ്ങനെയാ. ഡെയിലി ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതിനൊന്നുമില്ല, നമ്മൾ ചെയ്യും. ഡെയിലി ഇങ്ങനെ കിട്ടിയാൽ ഈ കറി എങ്ങനെ കിട്ടും? ദുബായിൽ പോടാ കറി കഴിക്കണോ? ഈ കറി ചമ്മന്തി വേറെ എന്തൊക്കെ കാഴ്ച ഉണ്ടാക്കി? നമ്മളെ ഇവിടെ 2 സ്പെഷ്യൽ സാധനം ഉണ്ട്. ഒന്ന് നമ്മൾ ഇന്നേ വരെ മീൻ ഇതുപോലെ പൊള്ളിച്ചെടുത്തിട്ടില്ല, ഗ്രില്ല് ചെയ്തിട്ടില്ല. ഗ്രില്ല് ചെയ്തിട്ടില്ല. വേറെ ഒന്ന് നമ്മുടെ ഡാഡി ചേട്ടന്റെ കറി നമ്മൾ ഫാമിലിയിൽ എല്ലാരും ഒരുമിച്ച് കഴിക്കാൻ പോകുന്നു. പക്ഷെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഇങ്ങനെ ഇതേപോലെ വലിയ വാഴയിലയിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടില്ല. ഇല്ലല്ല, ഇനി കഴിക്കുന്നതാണ് ഗൈസ്. ഇനി കഴിക്കില്ല നമ്മളിങ്ങനെയൊക്കെ. ഇനി കഴിക്കുകയാണെങ്കിൽ അല്ല, ഇതെല്ലാം മിസ് ചെയ്യുന്ന 2 പേർ അവിടെ ഇരുന്ന് കരയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അശ്ലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. നീ ഡെഡിക്കേറ്റ് ചെയ്യുന്നതോ ചെയ്യുന്നു അത് ലോബ്സ്റ്ററോ വെറും ഒരു ചാള. അവിടെ പോയെന്ന് ഡാൻസിന്റെ കറി കൊള്ളാം. സീരിയസ്ലി കൊള്ളാടാ കറി. മീൻ കൊള്ളാല്ല, നല്ല കറിയും കൊള്ളാം. ഞാൻ നിന്നെ പഠിപ്പിച്ചതുപോലെ തന്നെ നീ ഉണ്ടാക്കി. അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഇത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ട് പേടിച്ച് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു തന്ന എല്ലാം നഷ്ടമാണ്. അതിനെ വേറെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ജഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു ജ്യൂസി ടൈപ്പ് സാധനം, നല്ല ഇതുണ്ട്. ഇത്ര ടേസ്റ്റ് വരാൻ കാരണം ഇതെല്ലാം ഫ്രഷ് മീനാണ്. രാവിലെ പോയി എടുത്ത ഫ്രഷ് മീൻ. രാവിലെ ഞങ്ങൾ പോയെടുത്ത് അത് ഉറങ്ങിക്കിടന്നവർ ഇത് കൂട്ടത്തില്ല. ഞാൻ ഇതിൽ ഇവരുടെ പോയിന്റിലെ സെറ്റ് ആയിരുന്നാണ്, പക്ഷെ എന്നെ ഉറക്കം എന്നെ വിട്ടില്ല. ഇനി ഇതുപോലത്തെ ഒരു കൊഞ്ച് എന്റെ 2 മക്കള് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നെമ്മീന്റെ കണ്ണ് വേളാപ്പ് ഏത് നെയ്മീൻ ഏതെന്ന് അറിയാത്ത ഒരു മത്സ്യത്തൊഴിലാളിയുടെ മോളാ നീ. നിന്നെയാണ് ഞാൻ കെട്ടി. ഞങ്ങൾ എല്ലാരും ഫിഷർമാന്റെ മക്കളാണ്. ബാവയുടെ അച്ഛൻ കടലിൽ മീന് പിടിക്കാൻ പോകും. അഭിമാനിക്കാടാ നിനക്ക്. അത് അത്രയും തീർന്നു. ഡാൻസിന്റെ കാര്യം മാത്രം തീർന്നു പെട്ടെന്ന്. അതോട് സെക്കൻഡ് റൗണ്ട് വരുന്നു. ഭാവിയില് കല്യാണം കഴിഞ്ഞാലും നീ പട്ടിണി കിടക്കില്ല. ഭാര്യക്ക് ലക്കായിരിക്കും. എല്ലാ ദിവസവും ഉള്ളിമുളകായിരിക്കും. എല്ലാ ദിവസവും ഉള്ളിമുളകായിരിക്കും. ഭാര്യയ്ക്ക് അമ്മാവിക്ക് അമ്മാവന് ലെക്കായിരിക്കും. അപ്പൊ ഞാൻ ഫുള്ള് കഴിച്ച് എന്റെ വയറെല്ലാം ഫുള്ളായി, ഞങ്ങളെല്ലാം നിർത്തി. പക്ഷേ ഇവർക്ക് ഇതുവരെ കൊതി നിന്നിട്ടില്ലെന്ന് തോന്നുന്നത്, തിന്നോണ്ടിരിക്കുന്നവരെല്ലാരും. നിങ്ങൾ ഇങ്ങനെ ഫാമിലി കസിൻസ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചാവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം. അവര് കഴിക്കുന്നവര് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു വെച്ചിടാം. ബൈ. ഗൈസ്, ഇത് ടൂൺ മാറിയതോടെ ഇടി കിട്ടിയതാണ്, വേറെ ഒന്നുമില്ല. അവർക്ക് നാളെ ടൂർണമെന്റ് ഉണ്ട് ഫുട്ബോളിൽ.